നമസ്കാരം, വെൽക്കം ടു ഈസ്റ്റേൺ കറി പൗഡർ ലിറ്റിൽ കിച്ചൺ പവേർഡ് ബൈ പവിഴം. കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അനുദിനം മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെ വളരെ സ്വാദോട് കൂടിയിട്ട് കഴിച്ചതായിരിക്കില്ല ഇന്ന് അവർ കഴിക്കുക. അത്തരത്തിൽ വ്യത്യസ്തമായ രുചി കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുവാനായി 4 കുട്ടി ഷെഫുമാർ ലിറ്റിൽ കിച്ചണിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അവരുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. ഒപ്പം തന്നെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ലിറ്റിൽ കിച്ചണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഞാൻ ദേവചന്ദന. കടത്തനാട്ടിൻ്റെ ഭാഗമായ വടകരയിൽ നിന്നും വരുന്നു. പൊന്മേരി LP സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയാണ് ഞാൻ. എനിക്ക് പാചകത്തെ പറ്റി അത്ര വലിയ അറിവൊന്നുമില്ല. എങ്കിലും എനിക്കറിയാവുന്ന ചില കുറുക്കു വഴികൾ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഹായ്, ഞാൻ റിയ. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കല്ലേരിയിലാണ് എൻ്റെ വിദ്യാലയം. വിദ്യാലയത്തിൻ്റെ പേര് പൊന്മേരി LP സ്കൂൾ. ഹായ്, ഞാൻ സുധാതരൻ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ശാന്തിനികേതൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് 11 വയസ്സായി. ഹലോ, ഞാൻ കല്യാണി വി നായർ. ഞാൻ ശാന്തിനികേതൻ സ്കൂൾ തിരുവനന്തപുരത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് 12 വയസ്സാണ്. അപ്പോൾ പുലികളായ 4 കുട്ടി ഷെഫുമാരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും അവരോട് നമുക്ക് പറയാം വലത് കാല് വെച്ച് നമ്മളുടെ ലിറ്റിൽ കിച്ചന്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടി ഷെഫുമാർക്ക് 4 പേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹൃദയം ഇടിച്ചിടിച്ചിടിച്ചിടിച്ചാണ് വരുന്നത്. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ മാത്രമാണ് കുഴപ്പം. മോൾക്ക് പേടിയുണ്ടോ? ലിറ്റിൽ കിച്ചന് വന്നാൽ പിന്നെ എന്താ പേടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ സെഗ്മെന്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഞങ്ങൾ 2 ടീമായിട്ട് നിർത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ടീം എ, ഇവർ ടീം എ ആകുമ്പോൾ നിങ്ങൾ ടീം ബി. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ആംപ്ലേറ്റ്, ദോശ, ചായ, കാപ്പി. ഇത്രേ അറിയത്തുള്ളൂ. ഇത്രേ അറിയുള്ളൂ. മെയിനായിട്ട് ഇത്രയും, പിന്നെ ബാക്കി കുറെ കാര്യങ്ങളൊക്കെ പുറകെ അറിയാം. മോനോ? ദോശ, മുട്ട ഓംലെറ്റ്. ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെ ചെയ്യാൻ അറിയാം? ദോശ, എഗ് ഓംലെറ്റ്, മുട്ട ഓംലെറ്റ് മാറ്റി നമ്മൾ എഗ് ഓംലെറ്റ് ആക്കി. ഓക്കെ, സാലഡ്. പിന്നെ ശരി, മോൾക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാം? അവലുണ്ട. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിയപ്പം. അപ്പോ നമ്മുടെ ഈസ്റ്റേൺ കറി പൗഡർ ലിറ്റിൽ കിച്ചൺ പവേർഡ് ബൈ പവിഴത്തിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ആയ കുക്കിങ്ങിലേക്ക്, കുട്ടികളുടെ കുക്കിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോ നമുക്ക് ആരെ ഇവിടെ സ്വാഗതം ചെയ്യണം? നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് അങ്കിളിനെ. അപ്പൊ ഷെഫ് അങ്കിളിനെ വിളിക്കാം. കൈയടിച്ചേ. സ്വാഗതം റെനോൾഡ് സർ. താങ്ക് യു. ഇവര് 4 പേരാണ് എത്തിയിട്ടുള്ളത്. ഇവർ തട്ടുകട പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, തട്ടുകട പരിപാടിയാണോ ഇന്ന്? ദോശയും മുട്ട ഓംലെറ്റും ആണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തട്ടുകടക്കല്ലേ ഭയങ്കര സ്കോപ്പ് ഉള്ളത്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ആദ്യം കിച്ചണിൽ കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് കൈ വാഷ് ചെയ്യണം. പിന്നെ അതിനുശേഷം മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെക്കണം. തലൊരു ക്യാപ്പൊക്കെ ഇടണം, ഒരു ഏപ്രിനൊക്കെ ഇടണം. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിഫോം ധരിക്കാം. എന്താ തോന്നുന്നു ഈ ക്യാപ്പും ഏപ്രിനും ഒക്കെ വെച്ചപ്പോ? ഷെഫ് ആയതുപോലെ തോന്നുന്നു. ഷെഫ് ആയ പോലെ തോന്നുന്നു. മോൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ. ഇപ്പൊ എന്താ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ? ചീസ് ഫിംഗേഴ്സ്. ചീസ് ഫിംഗേഴ്സ് അല്ലേ? ചീസ് ഫിംഗേഴ്സ്. നിങ്ങൾ 2 കൂട്ടർ അത് തന്നെയാ ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ചീസ് ഫിംഗേഴ്സിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് മിസംബ്ലാസ് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, ഗൗഡ ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഉണ്ട്, സോൾട്ട്, പെപ്പർ ഉണ്ട്, ഫ്രൈ ചെയ്യാനുള്ള ഓയിലുണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള പീസ് ഓഫ് കുക്കുംബർ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ മിസംബ്ല നമ്മൾ കൊടുക്കുകയാണ്. അവർ ചെയ്യണം, നമുക്ക് നോക്കാം എന്താ അവർ ഇത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞോളൂ. മൊത്തം നമുക്ക് 10 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ 10 മിനിറ്റിൽ
7 മിനിറ്റ് കുക്ക് ചെയ്യാനും ഒരു 2-3 മിനിറ്റ് പ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പ്രോപ്പർ ഡെക്കറേഷൻ എനിക്ക് വേണം. പ്ലേറ്റ് എങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ ഡെക്കറേഷൻ എനിക്ക് വേണം. അപ്പോൾ അതിന് സമയം കണ്ടെത്തണം. 10 മിനിറ്റിൽ അതിന് സമയം കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ, ഫാസ്റ്റ് ആയിട്ട് പോട്ടെ. ചീസ് ഫിംഗേഴ്സ്, നമ്മൾ വേറെ കുറെ ഫിംഗേഴ്സ് കഴിച്ചിട്ടുണ്ട്. ചീസ് ഫിംഗേഴ്സ് എന്താണ്, അത് എങ്ങനെയാണ് ആണല്ലേ, അത് പ്രോപ്പറായിട്ട് ചീസിനെ നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ എല്ലാം പോകും. ഓക്കെ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാനുള്ള നല്ലൊരു അവസരം കൂടിയാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. അവിടെ മുട്ടയെടുത്ത് അടിച്ചു കഴിഞ്ഞു. കുറച്ച് പെപ്പർ ഇട്ടോ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ചൂടായോ? ചൂടായി. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എണ്ണ ചൂടാകുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരും. ബബിൾസ് വരും. അറിഞ്ഞൂടാത്തവരൊക്കെ കേട്ട് മനസ്സിലാക്കിയോ? എണ്ണ ചൂടായി കഴിയുമ്പോൾ അടിയിൽ നിന്ന് നല്ല ബ്ലബ്ലാന്ന് ബബിൾസ് വരും അല്ലേ? ചീസ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുക. അത് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ആഡ് ചെയ്ത് അത് നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ മൈദ മാവിലേക്ക് ചീസ് ഇട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. അതായത് മൈദ മാവ് നന്നായിട്ട് ഈ ചീസ് പൊതിഞ്ഞിരിക്കണം. അതിനുശേഷം ഈ മുട്ട അടിച്ചതിലേക്ക് ചീസ് മുക്കുക അല്ലേ? നന്നായിട്ട് മുക്കി കഴിഞ്ഞിട്ട് ബ്രെഡ് പൊടിച്ചതിൽ ബ്രെഡ് ക്രംസിന്റെ അതിൽ നന്നായിട്ട് ഇട്ട് ഉരുട്ടി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടു കൂട്ടർ ഏകദേശം ഒരുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് കുറച്ചും കൂടെ ചെറിയ കുട്ടികളായതുകൊണ്ട് അല്ലേ, കുറച്ചും കൂടി സ്ലോയിലാണ്. അവർ കുറച്ച് പത്തി ചെയ്താണ്, കുറച്ച് ഓയിൽ ഓവർ ഹീറ്റായിരുന്നു. ടൈം തീരാൻ പോകുന്നു. സമയം തീരാൻ പോകുന്നു. ഒരു ഒറ്റ മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വളരെ പെട്ടെന്ന് ഫാസ്റ്റ്. 10 9 8 7 6 5 4 2 1. തീർന്നു, സമയം തീർന്നു. ഇവിടെ രണ്ട് ടീം, എ ടീമും ബി ടീമും ഉണ്ടാക്കിയ ചീസ് ഫിംഗേഴ്സിൻ്റെ പ്ലേറ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇടാം. പ്രസൻറ്റേഷൻ വൈസ് 2 ഓക്കെയാണ്. ഫ്രൈ ചെയ്ത കളർ വൈസ് ഇവർ അല്പം ബ്ലാക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഇവർ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവർ മോശമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ടേസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് മാർക്കിടാം. ശരി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീസ് ശരിക്കും ചോക്ലേറ്റ് പോലെ ഉണ്ട്. നമ്മുടെ ചോക്കോബാർ ഇല്ലേ, ചോക്കോബാർ അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലേ. നന്നായിട്ടുണ്ട്. ഇവരുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടേസ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ സാലഡൊക്കെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കും ഇല്ലേ, കട്ടിംഗ് സൈസ് ഒക്കെ കുറച്ച് വലുതായി പോയിട്ടുണ്ട്. ഇവര് ശരിക്കും ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊരു ബേണിംഗ് ഫ്ലേവർ ഉണ്ട്. ഓ ശരി. പക്ഷേ സാലഡിൻ്റെ കട്ടിങ് ഇടാൻ ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, ഒരു സാലഡ് കട്ടിങ് ഇടാൻ കുറച്ച് വലിപ്പമുണ്ട്. പക്ഷേ കൊള്ളാം. അപ്പോൾ ഞാനൊരു മാർക്ക് ഇട്ടേക്കട്ടെ. ഓക്കെ, ഞാൻ ടീം ബിക്കാണ്. ബിക്ക്
കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നിങ്ങൾ മോശമെന്നല്ല, ഗുഡ്. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ അവർക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാലും സമ്മാനങ്ങളൊക്കെ ഈസ്റ്റേൺ സ്പോൺസർ ചെയ്യുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് 4 പേർക്കും തരുന്നത് കേട്ടോ. ഒരേപോലത്തെ സമ്മാനങ്ങളാണ്. അപ്പോൾ ഹാപ്പി ആയില്ലേ?